നമസ്തേ നമസ്തേ. ഇന്ന് ഗുരുപൂർണിമയാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ഗുരുപൂർണിമ ദിവസം നമ്മുടെ ഗുരുക്കന്മാരെയൊക്കെ ഒന്ന് വണങ്ങാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ലോകം ആരംഭിച്ചപ്പോൾ സദാശിവൻ തൊട്ട് ആരംഭിച്ച് എന്നുവെച്ചാൽ ഭഗവാൻ തൊട്ട് ഈശ്വരൻ തൊട്ട് ആരംഭിച്ചിട്ട് ശങ്കരാചാര്യർ മധ്യമ കാലഘട്ടത്തിലെ ഗുരുവായിരുന്നു. അപ്പോൾ സദാശിവൻ മുതൽ ആരംഭിച്ച് മധ്യ കാലഘട്ടത്തിൽ ശങ്കരാചാര്യർ, പിന്നെ അസ്മദാചാര്യ പര്യന്തം ഇന്ന് നമ്മുടെ ആചാര്യന്മാർ, ഇപ്പോൾ നമ്മുടെ ആചാര്യന്മാരെ അടക്കമുള്ള നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥന്മാരടക്കമുള്ള എല്ലാ ഗുരുക്കന്മാരെയും ഗുരുപരമ്പരകളെയും ഇപ്പോൾ തുടക്കം തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ ഗുരുനാഥന്മാരെയും വന്ദിക്കുന്നു, ഞാൻ വന്ദിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഇന്നലെ വൈകുന്നേരം പഞ്ചദശി വരാണ്. ഇന്നലെ തൊട്ട് ഇന്ന് വൈകുന്നേരം വരെയാണ് പഞ്ചദശി എന്ന തിഥി വരുന്നത്. കലണ്ടർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നലെ രാത്രിയാണ് ശരിക്കും ആ പൂർണ്ണചന്ദ്രനെ കാണാൻ പറ്റുന്ന ദിവസം. ഇന്ന് കുറച്ചായിട്ട് കുറഞ്ഞ് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും പഞ്ചദശി കഴിയും, പിന്നെ അടുത്ത കറുത്തപക്ഷം ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും ഇന്നലെ രാത്രിയാണ് ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഇവിടുത്തെ ശാഖ, ആമ്പല്ലൂർ ശാഖ ഗുരുപൂർണിമ ആഘോഷിച്ചു, ഗുരുപൂജയൊക്കെ ചെയ്തു. മാത്രമല്ല, ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും അഥവാ വന്ന അസുഖങ്ങൾ മാറാനും ആരോഗ്യം വീണ്ടെടുക്കാനും ഒക്കെ ആയിട്ട് ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ രോഗം ഇല്ലാതിരിക്കാനുള്ള അതിന് ദേവതയായിട്ടുള്ള ധന്വന്തരി മൂർത്തിയുടെ ഒരു ഹോമം ഉണ്ടായിരുന്നു. ഗുരുപൂജയിലും ധന്വന്തരി ഹോമത്തിലും ഒക്കെ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി എനിക്ക്. അപ്പം ഞാനത് നിങ്ങൾക്ക് കൂടി പങ്കുവെച്ചാൽ നിങ്ങൾക്ക് കൂടി അതിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ധന്വന്തരി എന്ന് വെച്ചാൽ നമുക്കറിയാം, മഹാവിഷ്ണുവിൻ്റെ ഒരവതാരമാണ് ധന്വന്തരി. അമൃത് കിട്ടാൻ വേണ്ടിയിട്ട് പാലാഴി കടഞ്ഞപ്പോൾ ഒരുപാട് വിശിഷ്ട വസ്തുക്കൾ കിട്ടി. ആ വിശിഷ്ട വസ്തുക്കളിൽ ഒന്നായിരുന്നു ധന്വന്തരി. മഹാവിഷ്ണു തന്നെ ധന്വന്തരി മൂർത്തിയായിട്ട് അവതരിച്ച് അമൃത് കൊണ്ടുവരികയാണ്. അപ്പോൾ ധന്വന്തരി മഹാവിഷ്ണു തന്നെയാണ് ധന്വന്തരി എന്ന് പറഞ്ഞത്. ധന്വന്തരി വൈദ്യശാസ്ത്രത്തിൻ്റെ ആളാണ്. അപ്പോൾ നമുക്ക് ധന്വന്തരിയുടെ ഒരു ഹോമവും ധന്വന്തരി ഹോമവും ഗുരുപൂജയും ഒക്കെ കാണാം. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ പിടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. നിങ്ങൾ കൂടി അതിൽ പങ്കെടുക്കാം, നോക്കൂ കേട്ടോ.
ഗണപതി സ്തുതിയും ഗുരുവന്ദനവും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പൂജ നടത്താനുള്ള പൂജാരി എത്തിച്ചേർന്നു. ഇനി അദ്ദേഹം ഗുരുപൂജയ്ക്കും അതുപോലെ തന്നെ ഹോമം ചെയ്യാനൊക്കെയുള്ള സ്ഥലമൊക്കെ സജ്ജമാക്കാൻ പോവുകയാണ്. പ്രാർത്ഥന തുടരുകയാണ്. ഗുരുജി എത്തിക്കഴിഞ്ഞു. എല്ലാവരും ബഹുമാനപൂർവം എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹത്തിന് ഇരിക്കാനുള്ള ഇരിപ്പിടത്തിൽ അദ്ദേഹം ഉപവിഷ്ടനാവുകയാണ്. സത്യനാരായണ
ഒരുക്കങ്ങൾ പൂർത്തിയായി. സ്വാമിജി എഴുന്നേറ്റു. ഗുരുപൂജ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണസഹിതം സദ്ഗുരും तं നമാമി. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാക്കയാ ചക്ഷുരുन्मीलितं येन തസ്മൈ ശ്രീ ഗുരവേ നമഃ. പുഷ്പാഞ്ജലിം സമർപ്പയാമി. ശ്രീ ശ്രീ ഗുരുചരണകമലേഭ്യോ നമഃ. ഗുരു ബ്രഹ്മാ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ. ഗുരു ബ്രഹ്മാ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. 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 ജി ഗുരുദേവ് എല്ലാവർക്കും ഇന്ന് വളരെ വളരെ മനോഹരമായിട്ടൊരു ദിവസമാണ്. കാരണം സാധാരണ ഒരു ദിവസമാണ് നമുക്ക് ഗുരുപൂർണിമ ആഘോഷിക്കാൻ കിട്ടാറുള്ളത്. പക്ഷെ ഇന്ന് ഭാഷണത്തിൽ നിന്ന് മെസ്സേജ് വന്നിട്ട് വിധി പ്രകാരം ഇന്ന് വൈകുന്നേരം നമുക്ക് കൺസിഡർ ചെയ്യാം ഗുരുപൂർണിമയായിട്ട്. ചില രാജ്യങ്ങളിലൊക്കെ സമയത്തിൻ്റെ മെഷറുകളൊക്കെ ചില പ്രത്യേക കാലാവസ്ഥയുള്ള സ്ഥലത്തുണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് കേരളം, ആസാം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അവിടേക്ക് ഗുരുദേവ് ധന്വന്തരി ഹോമം നടത്താനാണ് പറയാം. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ രുദ്രാഭിഷേകമാണ്. ഞാനൊക്കെ ഗുരുദേവിൻ്റെ മഹാരാഷ്ട്രയിലേക്ക് പോകുന്നത് രുദ്രാഭിഷേകം ചെയ്യാൻ. അപ്പോൾ ധന്വന്തരി ഹോമത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ധന്വന്തരി മൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു അവതാരമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ദേവതയാണ്. അപ്പോൾ അത് പ്രത്യക്ഷമായിട്ട് തന്നെ വാരാഴി മറ്റങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് കലശവുമായിട്ട് വന്ന ഗുരുപൂർണിമയുടെ പ്രാധാന്യത്തെക്കുറിച്ചും
ഗുരു പൂജയെക്കുറിച്ചും അത് തന്നെയാണ് എല്ലാവരും ധന്വന്തരി ഹോമത്തെക്കുറിച്ചുമൊക്കെ സന്തോഷം ഉണ്ടാവട്ടെ. സ്വാമി വിശദമായിട്ട് പറഞ്ഞു തന്നു. അതിനുശേഷം ധന്വന്തരി പൂജ തുടങ്ങുകയാണ്. ആദ്യം ഗണപതി, പിന്നെ വരുണൻ, പിന്നെ ധന്വന്തരി. ഇങ്ങനെ വിഘ്നേശ്വരനായ ഗണപതിക്ക് പൂജ ചെയ്ത് സമുദ്രദേവതയായ വരുണനും പൂജ ചെയ്ത് പിന്നീട് ധന്വന്തരിക്കും ഹോമം ചെയ്യാണ്. നമുക്കതിൽ പങ്കെടുക്കാം. आचमन्यं समर्पयामि प्राणाय स्वाहा अपानाय स्वाहा व्यानाय स्वाहा उदानाय स्वाहा समानाय स्वाहा पञ्चराशमुद्रां समर्पयामि मुखभक्षाणं समर्पयामि हस्तभक्षाणं समर्पयामि ताम्बूलं श्रीफलं पुष्पदक्षिणां समर्पयामि नीराजनं च करिष्ये. ॐ हिरण्यपात्रं मधो पूर्णं दधाति मधव्योशानेते एकदा ब्रह्मणमुपहरते एकधैव यजमानः आयुस्तेजो दधाति. श्रीमहागणपतये नमो नमः. कर्पूरारात्रिक्ष्यं समर्पयामि. जलेः शीतलीकरणं पुष्पैरेदादिबन्धनं आरोग्यादयत्वादिबन्धनं राक्षां धारयामि. राक्षां धारयित्वा हरः नमः पार्वतीपतये. हर हर महादेव. शरणं सिन्धवः माभ्यैर्न सन्तोषधेः मधुदन्तमतोषसी मधुमत्पार्थिवगन्धजः मधुद्योरस्तनः मधुमानो वनस्पतिर्मधुमानम् अस्तु शौर्यः माभिर्गावो भवन्तु नः स्वादपवस्य दिव्याय जन्मने स्वादमिन्द्राय हवीतु नाम्ने स्वादमित्राय वरुणाय बृहस्पतये मधुमागं सदाभ्यः. श्रीमहाधन्वन्तरये नमो नमः. सर्वेभ्यो देवेभ्यो नमो नमः. पञ्चामृतस्नानं समर्पयामि. शुद्धोदकस्नानं समर्पयामि. ओम इमं वस्त्राणि वशावशाते कोरशिद्रामन्तपोवसर्गाः अबाधृतममृगान् विश्वारतेन मित्रावरुणो सचेते. यज्ञोपवीतं परमं पवित्रं प्रजापतेभ्यः सहजं पुरस्तात् आयुष्यमग्रं विदमं च शुभ्रं यज्ञोपवीतं च परमस्तु तेजः. ഹോമകുണ്ടത്തില് അഗ്നി ജ്വലിപ്പിക്കുന്നത് യജമാനനും പത്നിയുമാണ്. हरि ओम 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 हरि मुकुंद मुरारी राधा माधव मुरलीधारी हे गिरधारी. मुकुंद मुरारी राधा माधव मुरलीधारी हे गिरधारी. मुकुंद मुरारी राधा माधव मुरलीधारी हे गिरधारी. मुकुंद मुरारी मुरलीधारी हे गिरधारी हे गिरधारी हे गिरधारी हे गिरधारी. नारायण 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 हरि ओम हरि नारायण 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 हरि ओम हरि नारायण
നാരായണ നാരായണ ഹരി ഓം നാരായണ ഹരി ഓം ഹരി നാരായണ ഹരി ഓം ഹരി നാരായണ 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 ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ ചാറ്റിയ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ हरिः ओं श्रीगुरुभ्यो नमः हरिः ओं गणानान्त्वा गणपतिगं हवामहे कविं कवीनामुपमस्रवस्तमं ज्येष्ठराजं ब्रह्मणा ब्रह्मणस्पदानस्वन्नोतिभिस्वेदसादनग्गुं स्वाहा ॐ गणानान्त्वा गणपतिगं हवामहे कविं कवीनामुपमस्रवस्तमं ज्येष्ठराजं ब्रह्मणा ब्रह्मणस्पदानस्वन्नोतिभिस्वेदसादनग्गुं स्वाहा ॐ गणानान्त्वा गणपतिगं हवामहे कविं कवीनामुपमस्रवस्तमं ज्येष्ठराजं ब्रह्मणा ब्रह्मणस्पदानस्वन्नोतिभिस्वेदसादनग्गुं स्वाहा ॐ गणानान्त्वा गणपतिगं हवामहे कविं कवीनामुपमस्रवस्तमं ज्येष्ठराजं ब्रह्मणा ब्रह्मणस्पदानस्वन्नोतिभिस्वेदसादनग्गुं स्वाहा ॐ गणानान्त्वा गणपतिगं हवामहे कविं कवीनामुपमस्रवस्तमं ज्येष्ठराजं ब्रह्मणा ब्रह्मणस्पदानस्वन्नोतिभिस्वेदसादनग्गुं स्वाहा ॐ नमो प्रातपतये नमो गणपतये नमः प्रमदपतये नमस्ते अस्तु लम्बोदराय एकदन्ताय विघ्नविनाशिने शिवसुताय श्रीवरदमूर्तये नमो नमः स्वाहा ॐ एकदन्ताय विद्महे वक्रतुण्डाय धीमहि तन्नो दन्तिः प्रचोदयात् स्वाहा श्री महागणपतये नमो नमः इह होमे सन्तुष्टो वरदो भव मम यजमानस्य आयुः आरोग्यधनवृद्धिरस्तु इह होमे महाविष्णवे नमो नमः आवाहनं समर्पयामि ॐ इदं विष्णुर्विचक्रमे त्रेधानि दधे पदं समोढमस्य पाकं सुरे स्वाहा ॐ इदं विष्णुर्विचक्रमे त्रेधानि दधे पदं समोढमस्य पाकं सुरे स्वाहा ॐ इदं विष्णुर्विचक्रमे त्रेधानि दधे पदं समोढमस्य पाकं सुरे स्वाहा ॐ त्रीणि पदा विचक्रमे विष्णुर्गोपादांशः अथो धर्मानि धारयन् स्वाहा ॐ त्रीणि पदा विचक्रमे विष्णुर्गोपादांशः अथो धर्मानि धारयन् स्वाहा ॐ त्रीणि पदा विचक्रमे विष्णुर्गोपादांशः अथो धर्मानि धारयन् स्वाहा षोडश विष्णो ध्रुवोऽसि वैष्णवमसि विष्णवे त्वा स्वाहा विष्णोरराडमसि विष्णोस्नपत्रेस्त्व विष्णोश्चोदश विष्णो ध्रुवोऽसि वैष्णवमसि विष्णवे त्वा स्वाहा नारायणाय विद्महे वासुदेवाय धीमहि तन्नो विष्णु प्रचोदयात् स्वाहा
नारायणाय विद्महे वासुदेवाय धीमहि तन्नो विष्णु प्रचोदयात् स्वाहा नारायणाय विद्महे वासुदेवाय धीमहि तन्नो विष्णु प्रचोदयात् स्वाहा धीमहि तन्नो विष्णु प्रचोदयात् स्वाहा श्री महाविष्णवे नमो नमः इह होमे संतुष्टो वरदो भवनुमय यजमानस्य आयुः आरोग्यधनवृद्धिरस्तु इह होमे महाकाली महालक्ष्मी महासरस्वती देव्याः नमो नमः आवाहनं समर्पयामि ॐ जातवेदसे सुनवावशो मम राति यतो निदः दिवेदः सनर्पण सदति दुर्गानि विश्वानादेव सिन्धं दुरितात्यग्निः स्वाहा मयि मेधा मयि प्रजा मयीन्द्र इन्द्रियं दधातु महि मेधा महि प्रजा महि शौर्यभ्राजो दधातु महि मेधा महि प्रजा महि शौर्यभ्राजो दधातु स्वाहा पावकाल सरस्वती वाजेभिर्वाजनीवते धेनामविद्रवतु स्वाहा महालक्ष्मीश्च विद्महे विष्णुपत्नीश्च धीमहि तन्नो लक्ष्मी प्रचोदयात् स्वाहा महाधन्वन्तरये नमो नमः आवाहनं च करिष्ये ധന്വന്തരി മൂർത്തിയുടെ ഹോമം ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ മന്ത്രം ഇവിടെ തവണ കേട്ടിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ചൊല്ലണം. ॐ नमो भगवते वासुदेवाय धन्वन्तरये अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय श्रीमहाविष्णवे स्वाहा ॐ नमो भगवते वासुदेवाय धन्वन्तरये अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय श्रीमहाविष्णवे स्वाहा ॐ नमः ധന്വന്തരി മന്ത്രം എല്ലാവരും ആചാര്യനോടൊപ്പം തന്നെ 108 പ്രാവശ്യം ഉരുവിട്ടു. लोक्यनाथाय श्रीमहाविष्णवे स्वाहा ॐ नमो भगवते वासुदेवाय धन्वन्तरये अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय श्रीमहाविष्णवे स्वाहा ॐ देवाय धन्वन्तरये अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय श्रीमहाविष्णवे स्वाहा ॐ श्रीमहाधन्वन्तरये नमो नमः इह होमे सन्तुष्टो वरदो भव मम यजमानस्य आयुः आरोग्यधनवृद्धिरस्तु ब्रह्मा ब्रह्मण उच्चहार प्राणेशकृत्यवाशाः पिनाके ईशानो दिवसन आयुर्तथा तस्मै जुहोमे हविषा कृतेन स्वाहा ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बन्धनान् मृत्योर्मक्षीयमामृतात् स्वाहा श्रीशम्भवे नमः नमस्ते अस्तु भगवन् विश्वेश्वराय महादेवाय त्र्यम्बकाय त्रिपुरान्तकाय त्रिकालाय कालाग्निरुद्राय नीलकण्ठाय मृत्युञ्जयाय सर्वेश्वराय सदाशिवाय श्रीमन्महादेवाय नमो नमः स्वाहा तत्पुरुषाय विद्महे महादेवाय धीमहि तन्नो रुद्रः प्रचोदयात् स्वाहा आकृष्णेन सावर्तमानो निभेषजन्नमर्तं मर्त्यं च हिरण्येन सविता रथेन देवो याति भुवनानि पश्यन् अधिदेवता सहिताय नवग्रहाय स्वाहा सर्वेभ्यो देवेभ्यः स्वाहा सर्वाभ्यो देवताभ्यः स्वाहा
सर्वेभ्यो आचार्येभ्यः स्वाहा गुरुदेवतायै स्वाहा कुलदेवतायै स्वाहा इष्टदेवतायै स्वाहा ग्रामदेव्यै स्वाहा शंकरदेवाय स्वाहा आदिशंकराचार्याय स्वाहा गुरुवायुर्देवाय स्वाहा पद्मनाभस्वामिदेवाय स्वाहा वडकनाथदेवाय स्वाहा वैक्यं महादेवाय स्वाहा सर्वेभ्यो देवेभ्यः स्वाहा सर्वेभ्यो आचार्येभ्यः स्वाहा सर्वेभ्यो गुरुभ्यः स्वाहा श्री श्री गुरुदेवताभ्यः स्वाहा श्री महाधन्वन्तरये स्वाहा हरिः ओम അവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ പൂർണ്ണാഹുതിയാണ്. നാരായണ നാരായണ ജയ ഉറക്കെ പാടുന്ന എല്ലാവരും കൈയടിച്ച് മണിക്ക് ഹോമം അവസാനിച്ചു. ലഘുഭക്ഷണം കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. എല്ലാവർക്കും ഗുരുക്കന്മാരുടെയും ധന്വന്തരി ഭഗവാന്റെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ.